അന്തരിച്ച കോൺഗ്രസ് നേതാവ് പി തങ്കച്ചന് വിട നൽകാൻ രാഷ്ട്രീയ കേരളം ഒരുങ്ങുന്നു. സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് 2:30 മണിയോടെ കൊച്ചി നെടുമ്പാശ്ശേരി അകപ്പറമ്പ് മാർ ഷാബോർ അഫ്രോത്ത് യാക്കോബായ കത്തീഡ്രലിൽ നടക്കും. ലാൽകൃഷ്ണൻ പെരുമ്പാവൂരിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നു. പെരുമ്പാവൂരിലാണ് പി തങ്കച്ചൻ്റെ വസതി. ലാൽകൃഷ്ണൻ, അവിടെ കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ എത്തിക്കഴിഞ്ഞു. രാവിലെ തന്നെ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇന്നലെ ഉച്ചയോടുകൂടി ഏകദേശം 11 മണിയോടുകൂടിയാണ് പി തങ്കച്ചൻ്റെ മൃതദേഹം സ്വവസതിയിലേക്ക് എത്തിച്ചത്. അന്നേരം മുതൽ തന്നെ ഇവിടെ വലിയ രീതിയിലുള്ള ആൾക്കൂട്ടമുണ്ട്. ഇന്ന് ഏകദേശം 1 മണിയോട് കൂടിയാണ് മൃതദേഹം ബാക്കി മരണാനന്തര ശുശ്രൂഷകൾക്ക് വേണ്ടിയിട്ട് ഭവനത്തിൽ നിന്ന് എടുക്കുന്നതായിട്ട് അറിയിച്ചിട്ടുള്ളത്. പക്ഷേ ഇപ്പോഴും ആളുകളുടെ വലിയൊരു ഒഴുക്ക്, അത് സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽ നിന്നുള്ള ആളുകളുടെ ഒഴുക്ക് ഇപ്പോഴും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അതിരാവിലെ നമ്മൾ എത്തുമ്പോഴും ഇത് തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബം എവിടെയുണ്ട്, നമുക്ക് അവരോട് കൂടി സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു. ഒരുപാട് പേര് സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽ നിന്ന് സംസ്ഥാനത്തിനകത്തുനിന്നും പുറത്തുനിന്നൊക്കെ എത്തുന്നുണ്ട്. അദ്ദേഹത്തോടുള്ള സ്നേഹം തന്നെയല്ലേ നമ്മൾ അദ്ദേഹത്തോടുള്ള സ്നേഹം തന്നെയല്ലേ ഇപ്പോഴും കാണുന്നത്? അതെ 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 എല്ലാ സ്ഥലത്തു നിന്നുള്ള കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള ആൾക്കാർ ഇന്നലെ തൊട്ട്, അതാണ് നമ്മൾ 2 ദിവസത്തേക്ക് വെച്ചത്. ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് 1 മണിക്ക് ഇവിടുന്ന് ആപ്പറമ്പ് പള്ളിയിലേക്ക് കൊണ്ടുപോകും. പിന്നെ അവിടെ ഇത് കഴിഞ്ഞ് കർമ്മങ്ങൾ കഴിഞ്ഞ് ഒരു 3 മണിയോടുകൂടി 3-3:30 ചെയ്യും. എല്ലാ ജാതിപ്പെട്ട ആൾക്കാരും അതുപോലെ എല്ലാ പാർട്ടിപ്പെട്ട ആൾക്കാരും വരുന്നുണ്ട്. കുടുംബത്തിൻ്റെ ദുഃഖം എന്നൊക്കെ മനസ്സിലാവും. അദ്ദേഹത്തിൻ്റെ മകനാണ് നമ്മളോട് സംസാരിച്ചത്. രാവിലെയും പ്രാർത്ഥനാ ചടങ്ങുകളും മറ്റു കാര്യങ്ങളും ഉണ്ടായിരുന്നു. നമ്മൾ ഈ വീട്ടിലേക്ക് എത്തുമ്പോൾ, ഇന്നലെ എത്തിയപ്പോഴും ഇന്നെത്തുമ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്പോഴും ഒഴുകിയെത്തുന്ന ആളുകളുടെ ഒരു തിരക്ക് തന്നെയാണ്. ആദ്യം അദ്ദേഹം പറഞ്ഞ പോലെ സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽ നിന്നുള്ള, സംസ്ഥാനത്തിനകത്തു നിന്നും പുറത്തു നിന്നുമുള്ള ആളുകൾ ഇപ്പോഴും ഈ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പെരുമ്പാവൂരിലേക്ക്, അങ്കമാലിയിൽ നിന്ന് പെരുമ്പാവൂരിലേക്ക് എത്തിയത് മുതൽ തന്നെ പി തങ്കച്ചൻ പൂർണ്ണമായും ഒരു പെരുമ്പാവൂരുകാരനായിരുന്നു. പെരുമ്പാവൂർ നഗരത്തിൻ്റെ വികസനത്തിന്, പെരുമ്പാവൂർ എന്ന നാടിൻ്റെ വികസനത്തിന് മന്ത്രിയായിരുന്ന കാലത്ത്, നഗരസഭാ ചെയർമാനായിരുന്ന കാലത്ത്, സ്പീക്കറായിരുന്ന കാലത്ത്, MLA ആയിരുന്ന കാലത്തെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ ഇടപെടൽ വളരെ വ്യക്തമായിരുന്നു. MLA സ്ഥാനത്തു നിന്ന് മാറിയതിനു ശേഷം പോലും ഈ നഗരത്തിൻ്റെ ഓരോ കാര്യങ്ങളിലും അദ്ദേഹം കൃത്യമായ പങ്ക് വഹിച്ചു എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. എന്താണെങ്കിലും 1 മണിയോടുകൂടി വീട്ടിൽ മരണാനന്തര ശുശ്രൂഷകൾ ആരംഭിക്കും. ശേഷം വിലാപയാത്രയായിട്ടാണ് നെടുമ്പാശ്ശേരിക്ക് അടുത്തുള്ള പറമ്പിലേക്ക് പോവുക. അവിടെയാണ് മരണാനന്തര ബഹുമതി അടക്കമുള്ള ചടങ്ങുകൾ ഉണ്ടാവുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.